ക്രിസ്തുവിൽ ഇവരെ വളർത്തുന്ന ഒരു ഭാഗമാണ് വരുന്നത്. ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠങ്ങൾ, ഇത് വിശ്വാസത്തിൻ്റെ 6:1 അനുസരിച്ചുള്ള പ്രഥമ പാഠങ്ങളാണ്. ഇനി അടുത്ത പാഠങ്ങളിലേക്ക് പോകുന്ന മുമ്പ് കർത്താവ് പറയും, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, നീ ഈ വെള്ളം എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഈ വെള്ളം കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കത്തില്ല എന്ന് പറയുമ്പോൾ കർത്താവിനോട് ഈ ജീവൻ്റെ ജലം എനിക്ക് തരുമോ എന്ന് ചോദിക്കുവോള്. അപ്പോൾ എനിക്ക് പിന്നീട് വെള്ളം കോരാൻ വരേണ്ടിയില്ലല്ലോ എന്നാണ് അവൾ പറയണത്. അവൾ വിചാരിക്കണം ഈ വെള്ളം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ കർത്താവ് എന്താ പറയണത്? പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറയും. അപ്പോൾ അവൾ തന്നെ പറയും എനിക്ക് ഭർത്താവ് ഇല്ല എന്ന് പറയും. അപ്പോൾ ഈശോ എന്ത് പറയും? നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവ് അല്ലെന്ന് പറയും. അപ്പോഴവൾ പറയും അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ടാ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് കൂടി കണ്ടു. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നീട് കണ്ടില്ലേ? വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളിൽ കർത്താവ് ഒരു അനുഗ്രഹദാതാവായിട്ട് തോന്നും. ഉടമ്പടിയിലെ കർത്താവ് ഒരു അനുഗ്രഹദാതാവായിട്ട് നിങ്ങൾ തോന്നണത് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ആ വിളക്ക് കെട്ടുപോകും. എന്താ കാര്യം? അതിൻ്റെ അടുത്ത പാഠമുണ്ട്. എന്താ കാര്യം? അനുതാപത്തിൻ്റെ പാഠമാണ്. അനുതാപത്തിൻ്റെ പാഠമാണ്. എന്താണ്? ഇനി ക്രിസ്തുവിനെ മുന്നോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു നമ്മൾ യൂട്യൂബിൽ ഇന്ന് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തെടുക്കുമ്പോൾ അത് സൗജന്യമായിരിക്കും. അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് വേർഷനുണ്ട്. അത് പറയും അത് പേയ്മെൻറ്റ് നടത്തണമെന്ന് പറയും. അത് നിങ്ങൾ പൈസ അടച്ചാലാണ് അത് തരത്തുള്ളൂ, ആ കണ്ടൻറ്റ് തരത്തുള്ളൂ എന്ന് പറയും. ഇതുപോലെ ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠം, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം സൗജന്യമാണ്. അതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് വരുമ്പോൾ പറയും പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയും. എന്താ പേയ്മെൻ്റ് ഉള്ളത്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അതുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവുമല്ല, അപ്പോൾ അതുകൊണ്ട് ഈ കലാപരിപാടിയും ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ തന്നിരിക്കുന്ന അനുഗ്രഹം നിൻ്റെ പാപത്തിനുള്ള അംഗീകാരമല്ല, ലൈസൻസ് അല്ലെന്ന് പറയും. ക്രിസ്തുവിനെക്കുറിച്ച് അറിയണ്ടേ? നിത്യരക്ഷയിലേക്കല്ലേ പോണത്. നിത്യരക്ഷയിലേക്ക് നമ്മൾ പോകണം. ഉടനെ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മളുടെ വിശുദ്ധീകരണ ജീവിത വിശുദ്ധിയും വിശ്വാസത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ ഭയങ്കര ബന്ധമുണ്ട്. നമ്മൾ വിശുദ്ധീകരിക്കണ അനുസരിച്ച് കൊണ്ട് അടയാളങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയും ആന്തരികമായ ആഴപ്പെടുത്തലും ബോധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്രിസ്തുവിനെ അറിയാൻ, ഗ്രഹിക്കാൻ എന്നെ വിശുദ്ധ ജീവിതത്തിലേക്ക് ആനയിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നും നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നും നിറയ്ക്കണേ. ഓ സ്വർഗശക്തിയേ, ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയേ, ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാം, ദൈവസ്നേഹം നൽകണേ. ദൈവസ്തുതി പാടിടാം, ദൈവസ്നേഹം നൽകണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങണമേ നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ. നമ്മൾക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടുകയാണ്, പക്വതയിലേക്ക് വളരുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ നമ്മൾ 14:12 വായിച്ചില്ലേ യോഹന്നാൻ്റെ സുവിശേഷം? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളും നിങ്ങൾ കാണും. ദൈവം കാര്യങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും വലിയ കാര്യങ്ങൾ എങ്ങനെ സങ്കീർണമാണ്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ വലിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് അടുത്ത പാഠം പഠിക്കണം. എന്താ ചെയ്യേണ്ടത്?
അനുതാപം വേണമെന്നായി പറയണത്. എന്താണ് കാര്യം? ഈ വെള്ളം എനിക്ക് കുടിക്കാൻ തരിക, ഞാനിനി ഇങ്ങോട്ട് വെള്ളം കോരാൻ വരികയും വേണ്ടല്ലോ എന്ന് അല്ല അവൾ പറയണത്. അപ്പോഴേ പറയും, ഞാൻ വെള്ളം കുടിക്കാൻ തരാം, പക്ഷേ നീ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ അവളെന്താ പറയും? എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഈശോ എന്ത് പറയും? നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല. അപ്പോഴുടനെ അവൾ പറയും, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അടുത്ത മനസ്സിലാക്കൽ വന്നു. ക്രിസ്തുവിനെ മാറിയിട്ട് അത്ഭുതങ്ങൾ നൽകുന്ന ആളും അതുപോലെ തന്നെ സാധാരണ വ്യക്തിയെന്ന് ഈശോനെ അത് പ്രവാചകനായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴുടനെ അവൾ ചോദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാമല്ലോ ഈശോ ഈ വെള്ളം കുടിക്കാൻ തരിക എന്ന് പറയുമ്പോഴേ, അപ്പം 4:14 വായിച്ചേ. യോഹന്നാൻ 4:14. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ സാധാരണ അനുഗ്രഹത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പോവുകയാണ് വിഷയം. ക്രിസ്തുവിന് നമ്മൾ എന്തിനാണ് ഉൾക്കൊള്ളണത്? IELTS പാസ്സാകാനും പറമ്പ് വയ്ക്കാനുമാണ്? അല്ല. എന്തിനാണ്? നിത്യജീവന് വേണ്ടിയാണ്. നിങ്ങളുടെ ഓരോ വസ്തുക്കളും ഓരോ അനുഗ്രഹങ്ങളും ഉടമ്പടിയിൽ തരുന്നതിൻ്റെ കാരണം നിങ്ങൾ ക്രിസ്തുവിലൂടെ നിത്യത അന്വേഷിക്കാൻ വേണ്ടിയാണ്. ഇന്ന് 7:39 വായിച്ച യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ 7:39. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അതായത് ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. ഞാൻ നിനക്ക് തരുന്ന വെള്ളം കുടിക്കുന്ന ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് പറയുമ്പോൾ, ആ വെള്ളം എനിക്ക് തരിക, ഞാൻ ഇനി കിണറിൽ വെള്ളം കോരാൻ വരേണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആ വെള്ളമെന്ന് പറയുന്നത് എന്താണ്? അതാണ് ഈശോ പറയുന്ന 7:39 വചനം. എന്താ പറഞ്ഞത്? അത് തന്നിൽ വിശ്വസിക്കുന്നവർ പറഞ്ഞേ, അത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്.